സ്പിരിച്വാലിറ്റി കനോട്ട് ബി ഡൺ വിത്ത് കമ്പനി. അത് ഒറ്റയ്ക്കുള്ള യാത്രയാണ്. നമ്മള് ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു. അപ്പൊ ആ പാതയാണത്. അതിന്റെ ഒരു യാത്ര മാത്രമാണ് നമ്മൾ കാണുന്ന. അല്ല, നിങ്ങൾ കാണുന്ന എന്റെ യാത്രകളാണ്. എന്റെ ഡെയിലിയുള്ള ജീവിതമേ അതാണ്. സോ എനിക്കതൊരു വ്യത്യാസമില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. അതായത് ഞാൻ ഒറ്റയ്ക്ക് എന്റെ പേഴ്സണൽ സ്പേസിലിരിക്കുമ്പോ ആരും കാണുന്നില്ല. ഞാൻ പബ്ലിക്കലി യാത്ര ചെയ്യാൻ പോകുമ്പോ പെട്ടെന്ന് ആൾക്കാർ ഇതെന്താ ഒറ്റയ്ക്ക് യാത്രയാണ്, അയ്യോ എനിക്കത് നിങ്ങൾ പറയുമ്പോഴാണ് ഒറ്റയ്ക്കാണോ, അതിനൊരു വിസിബിലിറ്റി കിട്ടുന്നേ ഉള്ളൂ. അത് നിങ്ങൾ പെട്ടെന്ന് കാണുന്നു, അത്രേ ഉള്ളൂ. ബട്ട് ദാറ്റ് ഈസ് ഹു ഐ ആം. ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വളരെ രസമായിട്ട് പറയുന്നുണ്ട്, ഇത് സിനിമയിൽ കാണുന്നതിനേക്കാളും വളരെ ലളിതമായിട്ടാണ്. അതിനൊക്കെ വളരുന്ന ജീവികൾ, അത്രയും വളരുന്ന ജീവികൾ കുറവാണ്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ കൂടുതൽ പേരുണ്ടാവണം, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവും കൂടെ ഇല്ല അതിന്. അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് എല്ലാ ഡിവോഴ്സുകളും ഉണ്ടാവുന്നത് ആ ജീവികൾ അത്രയും വളർന്നുകൊണ്ടല്ല. പലപ്പോഴും ഡിവോഴ്സ് ഉണ്ടാവുന്നത് ഈഗോ കാരണമാണ്. ഇത് ഈഗോലെസ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്നിട്ടുള്ള ഫ്രണ്ട്സാ. സോ നമുക്ക് 12-13 വയസ്സുള്ളപ്പോ മുതൽ ഞങ്ങള് വി ആർ ഇൻ എ റിലേഷൻഷിപ്പ്, വി ആർ ഇൻ ലവ്. ചെറിയ ക്ലാസ്സിൽ മുതൽ. അപ്പോ ആ ലവിന്റെ ഒരു തുടർച്ച, അതിന്റെ ഒരു ബ്ലോസമിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു ഈഗോ പ്രശ്നമല്ല. അതായത് രണ്ടാൾക്കാരുടെ ജീവിതം വേറെ വഴികൾ കൂടെയാണ് പോകുന്നത്. ഒരാൾ സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നു, മറ്റേ ആൾക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സും കമ്പനിയും കുറെ ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. വേറൊരാൾ ഏകാന്തതയിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഒരിക്കലും ഇവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ഒരാൾ സന്യാസം സ്വീകരിക്കുന്നു, മറ്റേ ആള് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഗ്രോത്ത് ത്രൂ കമ്മ്യൂണിറ്റിയിലാണ്. ഈ രണ്ട് വ്യക്തികൾക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഈ എണ്ണയും വെള്ളവും മിക്സ് ചെയ്യാൻ നോക്കുന്ന പോലെയാ. സോ അത് തമ്മിൽ തിരിച്ചറിഞ്ഞത് കൊണ്ട് വളരെ റെസ്പെക്റ്റോടുകൂടെ ഐ റെസ്പെക്ട് യുവർ പാത്ത് ആൻഡ് യു റെസ്പെക്ട് മൈ പാത്ത്. അപ്പൊ രണ്ടുപേരും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വിവാഹം വേണ്ടാന്ന് വെച്ചു, ഒരുമിച്ച് ജീവിക്കണ്ടെന്ന് വെച്ചു. പക്ഷെ വി കണ്ടിന്യൂ ടു ബി ഫ്രണ്ട്സ്. അതൊരു നമുക്ക് എല്ലാവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് മിക്ക ആൾക്കാരും പിരിയുന്നത് വലിയ ഈഗോ പ്രശ്നങ്ങൾ കാരണമാണ്. അവര് ചോദിക്കുന്നത് എനിക്ക് അതിന്റെ എല്ലാത്തിന്റെ പകുതി പങ്ക് വേണം, നീ ഇത് കൊണ്ട് അടി കൂടിയിട്ടാണ് പിരിയുന്നത്. ഇത് വലിയൊരു മനസ്സിലാക്കല. ഐ തിങ്ക് ദർ ഇസ് മോർ ലവ് ഇൻ ദിസ് ഡിവോഴ്സ് ദാൻ ദർ ഇസ് ഇൻ എ മാരേജ്. ഒരുപക്ഷെ ഇങ്ങനെ ലളിതമായിട്ട് നമുക്ക് ഈ സൊസൈറ്റിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പോലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വേറൊരു അർത്ഥത്തിലാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ കുറച്ചുകൂടെ നോളജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പൗരബോധമുള്ള ഒരു സൊസൈറ്റി ഉണ്ടായി വരേണ്ടതുണ്ട്. ഒരുപക്ഷെ സൊസൈറ്റി എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൊസൈറ്റിയിലെ എല്ലാ സ്ട്രാറ്റയിലുള്ളവർ എന്നും ഉണ്ടാവും, എന്നും. ഒരിക്കലും ഈ സൊസൈറ്റി എല്ലാം കൂടെ മാറിയിട്ട് ഫുള്ള് മറ്റേ ഓം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല.